ഹായ് ഫ്രണ്ട്സ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ നാളായി അല്ലേ നമ്മളിങ്ങനെ എന്താ പറയുക, മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയും, നേരിട്ട് ഇങ്ങനെ കണ്ടുമുട്ടിയിട്ട് കുറേ നാളായി. സോ ഞാൻ വീണ്ടും ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പഠിത്തപരമായ വീഡിയോ ആണ്. പഠിത്തപരമായ വീഡിയോ എന്ന് പറയുമ്പോൾ കൂടുതലും പഠിത്തപരമായ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം എന്താ പറയുക, 12th അല്ലേ. 12th ആയതുകൊണ്ട് നമുക്കിങ്ങനെ പഠിത്തത്തിലേക്ക് കുറച്ച് ഒതുങ്ങാമെന്ന് തീരുമാനിച്ചു. സോ നാളെ എന്ന് പറയുമ്പോൾ 15 നാളെ 15 എൻ്റെ PT1 എക്സാമിനേഷൻ തുടങ്ങുകയാണ്. 12th ഫസ്റ്റ് എന്താ പറയുക, മിഡ് ടേം എക്സാമിനേഷനാണ്. PT1 എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടെസ്റ്റ്, അത്രേ ഉള്ളൂ. പീരിയോഡിക് ടെസ്റ്റ്, ആദ്യത്തെ പീരിയോഡിക് ടെസ്റ്റ് തുടങ്ങുകയാണ് നാളെ ഫിസിക്സ് ആണ് എക്സാം. അപ്പോൾ പഠിക്കണമല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇന്ന് എടുക്കാൻ പോവുകയാണെന്നല്ല, എടുത്തതാന്ന് നേരത്തെ ഒന്നുകൂടെ ഒന്ന് പഠിക്കണം. അപ്പോൾ ഓക്കെ, ഇന്ന് പ്രിപ്പയറിങ് മൈ ഫിസിക്സ് എക്സാം, അതാണ് ഇന്നത്തെ കണ്ടൻറ്റ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കാനിരുന്നു. വലുതായിട്ടൊന്നുമില്ല. ഫിസിക്സിൻ്റെ ഒരു 3 ചാപ്റ്ററാണ് എനിക്ക് പഠിച്ചു തീർക്കാനുള്ളത്. 3 ചാപ്റ്ററേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ അതിന്ന് ടു ഡു ലിസ്റ്റാക്കി എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ 3 ചാപ്റ്ററാണ് എനിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടെക്സ്റ്റ് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടെ നോട്ട്ബുക്കും കൂടി എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പേന, ഹൈലൈറ്റേഴ്സ് എല്ലാം എടുത്തു വെച്ചു. ദെൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ചെറിയ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫിസിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ്. അത് ആദ്യം തന്നെ വായിച്ച് തീർക്കാമെന്ന് വെച്ചു. ചെറിയൊരു ചാപ്റ്ററായിരുന്നു. അങ്ങനെ അത് വായിക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിന് തൊട്ട് മുമ്പുള്ള ആദ്യത്തെ ചാപ്റ്റർ എടുത്തു. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതൊരല്പം വലുതാണ്, അതും ഒന്ന് തീർക്കാമെന്ന് വെച്ചു. ഇനി 3ാമത് കിടക്കുന്നത് ഇതിലും വലുതാണ്. അപ്പോൾ ഈ ചെറിയ 2 ആദ്യം അങ്ങ് തീർക്കാമെന്ന് വെച്ചു. ആക്ച്വലി ഈ 2 ചാപ്റ്റർ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ 3ാമത്തെ ആ ഒരു വലിയ ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും വായിച്ച് തീർത്തായിരുന്നു. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ വീഡിയോ എന്താ പറയുക, എടുത്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതിന് ഒന്ന് ക്ഷമിക്കണ്ട. അതായത് എന്താ പറയുക, വീഡിയോയുടെ ലെങ്തും കൂടില്ല ഞാനതുകൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഷൂട്ട് ചെയ്തില്ല ഒന്നാതെ, അത് മാത്രമല്ല, എന്നിട്ട് ഞാൻ വേണ്ടെന്നങ്ങ് വെച്ചു. ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ടുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ. ആൻഡ് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ സയൻറ്റിസ്റ്റുമാരുടെയും ഫിസിസിസ്റ്റുമാരുടെയൊക്കെ എന്താ പറയുക, പേരുകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ഒന്ന് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ടെക്സ്റ്റെല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മലയാളം ഏത് വഴിക്കാന്നോ പോകുന്നത്. ഓക്കെ, എനിവേയ്സ്, ടെക്സ്റ്റ് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കുമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതെൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഇതെൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. എനിവേയ്സ്, ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സും കൂടെ റെഫർ ചെയ്തിരുന്നു. അതായത് നോട്ടിൽ ടീച്ചർമാർ, ഞങ്ങളുടെ മിസ്സുമാർ തരുമല്ലോ നോട്ട്സ്, അത് വായിച്ചു. പിന്നെ പ്രോബ്ലംസ് ഒക്കെ തന്നിരുന്നതും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിരുന്നു.
ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ തോന്നുമായിരിക്കും എൻ്റെ ടെക്സ്റ്റ് എല്ലാം ബോറായിട്ടുണ്ടെന്ന്. ആക്ച്വലി സത്യമാണ് കേട്ടോ. ഞാനിങ്ങനെ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേന് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഭയങ്കര അത്യാവശ്യം നല്ല ബോറായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പഠിക്കുന്ന കുട്ടികളുടെ ബുക്ക് അങ്ങനെ വേണ്ടിയാണ്, സാരമില്ല. അപ്പോൾ അതാ ഞാൻ കുറച്ച് ലോസൊക്കെ എഴുതി നോക്കുമായിരുന്നു. ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എഴുതി നോക്കുമായിരുന്നു. ആ ലോസൊക്കെ എഴുതി നോക്കിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ ടെക്സ്റ്റ് വായന മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് കേട്ടോ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആക്ച്വലി 3ാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. അങ്ങനെ കുറേ നേരത്തെ ടെക്സ്റ്റ് വായനയ്ക്ക് ശേഷം വളരെ വിജയകരമായി ഞാൻ എൻ്റെ നോട്ട്ബുക്ക് എടുത്തിരിക്കുകയാണ്. കുറേ എന്താ പറയുക, ഇതിനകത്ത് കുറേ വീഡിയോ ഞാൻ ഇടേണ്ടി വന്നു ടെക്സ്റ്റ് വായിക്കുന്നതിൻ്റെ. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. നോട്ട്സ് തന്നിരിക്കുന്ന നോട്ട്സൊക്കെ വായിച്ചു നോക്കുന്നു. ആൻഡ് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അതായത് ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓണായ കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് അത് അങ്ങനെ ഓണായത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ വിജയകരമായി എൻ്റെ പഠിത്തം തീർത്തിരിക്കുകയാണ്. എൻ്റെ ലുക്ക്, മൈ ഗോഡ്. അപ്പോൾ 10 മണിയായിരിക്കുകയാണ്. ഗുഡ് നൈറ്റ്.